14-കാരിയായ ആദിത്യയ്ക്ക് 1.5 വയസ്സുള്ളപ്പോൾ നഷ്ടപ്പെട്ടതാണ് അവളുടെ അച്ഛനെ. ആ അകാല വിയോഗം തീർത്ത വിരഹത്തിന്റെ നൊമ്പരങ്ങളെ അവൾ മാറ്റിയെടുക്കുന്നത് അക്ഷരങ്ങളിലൂടെയാണ്. തന്റെ ഏകാന്തതകളിൽ കൂട്ടായിരുന്ന ഡയറി താളുകളിൽ ഈ 14-കാരി എഴുതി തീർത്തത് 250-ലധികം കവിതകളാണ്. ആ കവിതകൾ ഇനി പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങുകയാണ്. ഒരു വട്ടം കൂടി വിരിയുമെങ്കിൽ നിനക്കായി ഞാൻ കാത്തിരിക്കാം. മണ്ണടിഞ്ഞ നിൻ ഇതളുകൾക്ക് മീതെ കരഞ്ഞു തീർക്കാം എൻ ബാക്കി ജന്മം. കോന്നി അതുമ്പുംകുളം സ്വദേശിനിയായ ആദിത്യയ്ക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മനോജ് മരണപ്പെടുന്നത്. തുടർന്ന് ജീവിതം വഴിമുട്ടിയ അമ്മയുടെയും മൂത്ത സഹോദരിയുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ടാണ് ഈ 14-കാരി വളർന്നത്. അധികം കൂട്ടുകാരില്ലാതെ ഏകാന്തതയിലേക്കൊതുങ്ങിയ ആദിത്യയ്ക്ക് ഒടുവിൽ കൂട്ടുവന്നത് കവിതകളാണ്. ആനുകാലികങ്ങളിലെ വരികൾ വായിച്ചും കവയത്രി മഞ്ജു അരവിന്ദന്റെ കവിതകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടും ആരും കാണാതെ തൻ്റെ ഡയറിയിൽ അവൾ തൻ്റെ സങ്കടങ്ങൾ കുറിച്ചിട്ടു. വെള്ളത്തെ വീട്ടിലെ ചേച്ചി ആദ്യം എന്നെ സപ്പോർട്ട് ചെയ്തതും എൻ്റെ കവിത വായിച്ചതും തെറ്റ് തിരുത്തി തന്നതും എനിക്കെല്ലാം പറഞ്ഞു തന്നത്, എത്ര വൃത്തങ്ങളുണ്ടെന്ന് എന്ത് വൃത്തങ്ങളാണെന്നൊക്കെ പറഞ്ഞു തന്ന അവിടുത്തെ അങ്കിളൊക്കെ. ഞാൻ തന്നെയുള്ളെന്നൊരു തോന്നൽ, സ്കൂളിൽ ഫ്രണ്ട്സൊന്നും ഇല്ല, ഒറ്റപ്പെട്ട നടക്കുന്നത്. അമ്മ അജിത കോന്നി തണ്ണിത്തോട് റോഡരികിൽ തട്ടുകട നടത്തി കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ വീട് പുകയുമ്പോഴും ആദിത്യ തൻ്റെ അക്ഷരക്കൂട്ടുകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആദ്യമേ ഞങ്ങൾ ഇത് കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. ഞാനും അവിടെ ചേച്ചിയും കൂടെ പിന്നെ തീരുമാനം എടുത്തതാണ്. പിന്നെ ഞങ്ങളത് ശ്രദ്ധിച്ച് പിന്നെ അവൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന് അവിടെ അച്ഛൻ മരിച്ചപ്പം തൊട്ടുള്ള ഒറ്റയ്ക്കുള്ള അതൊക്കെ, പിന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നിലയിലെത്തട്ടെ അവർ. ആദിത്യയുടെ ജീവിതവും കവിതകളും തിരിച്ചറിഞ്ഞ ഫിറോസ് കോന്നിയാണ് ഈ വരികൾ പുസ്തകമാക്കാൻ മുൻകൈയെടുത്തത്. കരുനാഗപ്പള്ളി ദിശ ബുക്സ് പുറത്തിറക്കുന്ന എൻ്റെ മിഴിനീർ കവിതകൾ എന്ന പുസ്തകത്തിൽ ആദിത്യയുടെ 47 കവിതകളാണുള്ളത്. കഴിഞ്ഞു പോയ ബാല്യത്തിനെ പറ്റിയും കാറ്റിനെ പറ്റിയും മഴയെ പറ്റിയും സങ്കടങ്ങളെ പറ്റിയും നക്ഷത്രത്തിനെ പറ്റിയും. ഈ മാസം കോന്നി പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ച് ആദിത്യയുടെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യും. സങ്കടക്കടലിലും തളരാതെ എഴുതിയ ആദിത്യയുടെ വരികൾ വായനക്കാരുടെ നെഞ്ചിൽ തൊടുമെന്ന പ്രതീക്ഷയിലാണ് ഈ കൊച്ചു കവയിത്രിയും കുടുംബവും. ക്യാമറമാൻ രതീഷ് മാടമ്പിശ്ശേരിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.